സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ദേവാലയം കൊല്ലം രൂപതയിലെ കുമ്പളം ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പുണ്യസങ്കേതമായ ദേവാലയമാണ്. ഈ മഹാമാരി കാലത്തും സെപ്റ്റംബർ മാസം 29-ാം തീയതി വാദ്യഘോഷങ്ങളില്ലാതെയും ദീപാലങ്കാരങ്ങളില്ലാതെയും ഞങ്ങൾ തിരുനാൾ ആഘോഷിക്കുന്നു. ക്രിസ്തുവിൻ്റെ മുഖം കൂടുതൽ പ്രകാശമാനമാകേണ്ട കാലഘട്ടമാണ് ഈ മഹാമാരി കാലഘട്ടം. അതോടൊപ്പം തന്നെ നമ്മെ ഓരോരുത്തരെയും നവീകരിക്കേണ്ട കാലവും. അതുകൊണ്ട് ഈ വർഷത്തെ തിരുനാൾ എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ മാഹാത്മ്യം ഉയർത്തിക്കാട്ടി തിരുനാൾ വീടുകളിലാണ് ആഘോഷിക്കുന്നത്. ദേവാലയത്തിൽ ഇന്ന് വൈകുന്നേരം കൊടി ഉയരുന്നത് പ്രതിനിധികളുമായിട്ടാണ്. അപ്പോൾ 1000-ൽ പരം വരുന്ന വീടുകളിൽ അതേ സമയം തന്നെ കൊടി ഉയരുകയാണ്. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ച് 5 മണിക്ക് ദേവാലയത്തിൽ കൊടിയുയരുമ്പോൾ എല്ലാ ഭവനങ്ങളിലും ഒരുമിച്ച് കൊടി ഉയരുന്നു. ഗൃഹനാഥനാണ് അല്ലെങ്കിൽ ഗൃഹനാഥ അല്ലെങ്കിൽ ഭവനത്തിലെ മുതിർന്ന അംഗമാണ് കൊടി ഉയർത്തുന്നത്. അതിനുശേഷം വരുന്ന 9 ദിവസങ്ങളിൽ പ്രഭാതത്തിൽ 5:30 കരണക്കൊന്ത ദേവാലയത്തിൽ വികാരിയച്ഛൻ ആരംഭിക്കുമ്പോൾ എല്ലാ ഭവനങ്ങളിലും ഒരുമിച്ച് കരുണക്കൊന്ത അർപ്പിക്കുന്നു. അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിൽ 7 മണിക്ക് ദേവാലയത്തിൽ വികാരിയച്ഛൻ ജപമാല ആരംഭിക്കുമ്പോൾ എല്ലാ ഭവനങ്ങളും ഒരേ സമയം തിരുനാളുകൾ മുഴുവനും ഭവനത്തിലാണ് നടക്കുന്നത്. ദിവ്യബലിയിൽ യൂണിറ്റ് അടിസ്ഥാനത്തിൽ മാത്രം ദേവാലയത്തിൽ പങ്കെടുക്കുന്നു. അതുമാത്രമല്ല, എല്ലാ ഭവനങ്ങളിലും ഈ കുരിശാരാധന കഴിഞ്ഞ ഈസ്റ്റർ ദിവസം നടത്താൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ വരുന്ന വെള്ളിയാഴ്ച 3 മണിക്ക് എല്ലാ ഭവനങ്ങളിലും കുരിശിനെ വെച്ച് ആരാധിക്കുകയാണ്. ആ സമയത്ത് പൈശാചിക ശക്തികളെ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഈ വാഹനങ്ങളിൽ വിശുദ്ധ മിഖായേൽ മാലാഖയും കൊണ്ട് എല്ലാ വീടുകളും വാഹനത്തിൽ പോയി വെഞ്ചരിക്കുന്നുമുണ്ട്. ഒരു ദിവസം കൊറോണ രോഗനിവാരണത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് ഉപവാസം അർപ്പിക്കുന്നു. ആത്മീയമായ കേന്ദ്രമായ ഭവനമായതുകൊണ്ട് അയൽപ്പക്കങ്ങളെ സഹായിക്കാനായി ഒരു ദിവസം സാധു ജനസഹായമായിട്ട് വെച്ചിരിക്കുകയാണ്. അവർക്കിട്ടിരിക്കുന്ന സമ്പത്തിൽ നിന്നും അയൽപ്പക്ക അംഗങ്ങളെ സഹായിക്കുന്നു. കൊടി താഴുന്ന സമയങ്ങളിൽ മഹാമാരിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടും പ്രകൃതിയോടുള്ള ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടും ഈ 1000-ൽ പരം കുടുംബങ്ങൾ വൃക്ഷത്തൈ നടുന്നുണ്ട്. ദേവാലയത്തിലും അതിൻ്റെ ഓർമ്മയ്ക്കായി വൃക്ഷത്തൈ നടുന്നു. ഈ പരിസരത്തൊക്കെ ഇതുപോലൊന്നും അല്ല, ഇതിനേക്കാൾ വളരെ മനോഹരമായി അലങ്കാരങ്ങളോടുകൂടി ഇടുന്നതാണ്. എന്നാൽ ദേവാലയത്തിനുള്ളിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് 2 മീറ്റർ അകലത്തിൽ അവർക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും 2 മീറ്റർ അകലത്തിൽ ഇരുന്ന് ദിവ്യകാരുണ്യ പരിശുദ്ധ കുർബാന കാണുവാനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യത്തെയും കുർബാന കഴിയുമ്പോൾ സാനിറ്റൈസിംഗ് യൂണിറ്റ് KCYM നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇവർ വന്ന എല്ലാ സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ട് അണുവിമുക്തിയും ചെയ്യുന്നതാണ്. ഇവിടുത്തെ പരിസരങ്ങളിലെ വൃക്ഷങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞയും വെള്ളയും അതിൻ്റെ ചുവട്ടിൽ അടിച്ചിട്ടുണ്ട്. അതാണ് അലങ്കാരം. പേപ്പൽ ഫ്ലാഗിൻ്റെ മഞ്ഞയും വെള്ളയും നിറത്തിലുള്ള ഇവിടെയുള്ള വൃക്ഷങ്ങളിലൊക്കെ അടിച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ മുഖം പ്രകാശിക്കുക തന്നെ ചെയ്യും. കാരണം ഇത്രയും കുടുംബങ്ങളിൽ ഒരുമിച്ച് പ്രാർത്ഥനയും ഒരുമിച്ച് ആരാധനയും ഒരുമിച്ച് ആധ്യാത്മികമായ ഒരു നവോത്ഥാനവും സംഭവിക്കുകയാണ്. ഞങ്ങളുടെ ഇടവകയുടെ പേരിൽ, കുമ്പളം ഇടവകയുടെ പേരിൽ, കുമ്പളം ഇടവ മക്കളുടെ പേരിൽ ഇവിടെ വരുന്ന എല്ലാ തീർത്ഥാടകരെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ഓരോ പ്രവൃത്തികൾ വഴി ക്രിസ്തുവിൻ്റെ മുഖം ഉറപ്പായും പ്രകാശിക്കും. ഇവിടെയുള്ള എല്ലാവർക്കും വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥം ആത്മാർത്ഥമായി നേരുന്നു. സമൃദ്ധമായി അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കുമ്പളം ഇടവ മക്കളുടെ പേരിൽ എല്ലാവർക്കും ആശംസിക്കുന്നു. വികാരിയച്ഛൻ ജോസഫ് അച്ഛൻ.